നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പാൻകേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. 5 മിനിറ്റ് പോലും വേണ്ട ഇത് തയ്യാറാക്കാൻ, അത്രയ്ക്ക് എളുപ്പമാണ്. പാൻകേക്ക് തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഇതേപോലെ ഒരു റോബസ്റ്റ പഴം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. മൊത്തം 1 കപ്പ് പാലാണ് എടുത്തേക്കുന്നത്, പക്ഷേ ഇപ്പോൾ 1/2 കപ്പ് പാലേ ചേർക്കുന്നുള്ളൂ, ബാക്കി പിന്നെ ചേർക്കാം. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ വാനില എക്സ്ട്രാക്റ്റും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് എല്ലാം കൂടി ഒന്ന് ബീറ്റ് ചെയ്തിട്ട് വരാം. പഞ്ചസാരയ്ക്ക് പകരം ഹണി വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പം അതെല്ലാം കൂടി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചേർക്കാൻ വേണ്ടി 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇത് നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതിലോട്ട് ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് 1 ടേബിൾ സ്പൂൺ ബട്ടർ കൂടി ചേർക്കാം. ബാക്കി 1/2 കപ്പ് പാല് കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പം എല്ലാം കൂടി നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇതാണ് പാൻകേക്ക് ഉണ്ടാക്കാൻ വേണ്ടുന്ന ബാറ്ററിന്റെ കൺസിസ്റ്റൻസി. ഇനി ഇതിലോട്ട് 1 നുള്ളു ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനിയും പാൻകേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് പാൻ നന്നായിട്ട് ചൂടാക്കണം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. ഇത് നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് വേറെ ഓയിലോ ബട്ടറോ ഒന്നും തേക്കുന്നില്ല എന്ന് കരുതി അത് തേച്ച് കൊടുത്തുകൊണ്ടും കുഴപ്പമൊന്നുമില്ല. ഇതേപോലെ കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. 1 തവി മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. പിന്നെ ഇത് ദോശയൊക്കെ പരത്തുന്നത് പോലെ പരത്തുകയൊന്നും വേണ്ട, ഇത്ര മാത്രം മതിയാവും. 1 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ ഇതേപോലെ ചെറിയ ചെറിയ ഹോൾസ് കാണാൻ പറ്റും. അന്നേരം ഇത് തിരിച്ചിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന്റെ മുകളിലോട്ടും കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങ് ചെയ്താൽ മതി. ഇപ്പം തിരിച്ചിട്ടപ്പോൾ കണ്ടില്ലേ, ഈ മുകളിലുള്ള ഈ ഒരു കളറ് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പാൻകേക്ക് ആണെങ്കിലും ഇതേപോലെ ആയിരിക്കും കിട്ടുന്നത്. ഒരു സൈഡിൽ ഇതേപോലെ ഒരു ലൈറ്റ് ബ്രൗൺ കളറിൽ. ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് പാനിൽ നിന്ന് മാറ്റാം. ഇതേ കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയുണ്ട്. ടേസ്റ്റ് ആണെങ്കിലും നല്ല സൂപ്പർ ടേസ്റ്റുമാണ്. ഇനി ബാക്കി ഇരിക്കുന്ന ബാറ്ററും ഇതേപോലെ തയ്യാറാക്കിയെടുക്കാം. അപ്പം പാൻകേക്ക് റെഡി ആയിട്ടുണ്ട്. ഞാൻ എടുത്ത അളവിന് 11 പാൻകേക്ക്സ് തയ്യാറാക്കാൻ പറ്റി. ഇതിന്റെ കൂടെ വേറെ പ്രത്യേകിച്ച് സൈഡ് ഡിഷിന്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ വേണമെങ്കിൽ ഇതേപോലെ മേപ്പിൾ സിറപ്പ് അല്ലെങ്കിൽ ഏതെങ്കിലും ചോക്ലേറ്റ് സ്പ്രെഡും ചേർത്ത് കഴിക്കാം. ഞാനിവിടെ ഹേസൽനട്ട് ആൻഡ് മിൽക്ക് ഫ്ലേവേർഡ് ചോക്ലേറ്റ് സ്പ്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പാൻകേക്ക് ഇതുവരെയും തയ്യാറാക്കിയിട്ടില്ലാത്തവരെ ഇതൊന്ന് ട്രൈ ചെയ്യുക, എല്ലാവർക്കും ഇഷ്ടമാവും. വളരെ എളുപ്പമാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക്